ഇറാൻ ഫുട്ബോൾ ടീമിന് അമേരിക്കയിൽ വലിയ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും നേരിടേണ്ടി വന്നെങ്കിലും മെക്സിക്കോയിൽ അവർ താമസിച്ചിരുന്ന രാജ്യത്ത് ആയിരക്കണക്കിന് ആരാധകരാണ് അവരെ യാത്രയാക്കിയത്. ഇറാനെ തോൽപ്പിച്ചു വിട്ടു അമേരിക്ക, അത് കള്ളച്ചൂതിൽ തോൽപ്പിച്ചതുപോലെയാണ് എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ ഇറാനിയൻ മാധ്യമങ്ങളിലും ഇറാനെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറാനെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ കഴിയാതിരുന്ന അമേരിക്ക പകയോടെ ലോകകപ്പിൽ ഇറാൻ തോൽക്കാതിരുന്നിട്ടും തോൽപ്പിച്ചു വിട്ടു എന്നുള്ള തരത്തിലുള്ള തലക്കെട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ അല്പം കാര്യമുണ്ട്. കാരണം ഇറാനെ അമേരിക്കൻ മണ്ണിൽ നടക്കുന്ന ഫുട്ബോൾ മത്സരങ്ങളിൽ മത്സരിക്കാൻ വേണ്ടി മാത്രമാണ് അമേരിക്കൻ മണ്ണിലേക്ക് കടത്തിവിട്ടത്. അവർ അരിസോണയിൽ വരേണ്ടതായിരുന്നു. പക്ഷേ അമേരിക്കയുടെ മണ്ണിൽ യുദ്ധം നടക്കുന്നതുകൊണ്ട് തങ്ങാനാവില്ല എന്ന് അമേരിക്ക നിലപാടെടുത്തതോടെ അവർ മെക്സിക്കോയിലെ ടെജുവാനയിലാണ് താമസിച്ചത്. ഓരോ കളിക്കും അമേരിക്കയിലേക്ക് വന്നു കളി തീരുമ്പോൾ അപ്പോൾ തന്നെ പുറത്തേക്ക് പോകണം. വിസയുടെ കാര്യത്തിലും വലിയ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ മെക്സിക്കോയിൽ വലിയ സ്വീകരണം ഇറാന് ലഭിക്കുകയും ചെയ്തു. ഇതിൽ ഏറ്റവും ഇതായിട്ട് വിവാദമായി മാറിയിരിക്കുന്നത് അമേരിക്കയുടെ ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ സെക്രട്ടറി എന്ന് വെച്ചാൽ അവിടുത്തെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട സെക്രട്ടറി ഇറാന് നോക്കൗട്ട് റൗണ്ടിലേക്ക് ലോകകപ്പിൽ കടക്കാൻ കഴിയാത്തതിൽ വലിയ ആഹ്ലാദം പ്രകടിപ്പിച്ച് തുള്ളിച്ചാടുന്നതിൻ്റെ വിഷ്വൽസ് വന്നത് ഇറാനെ വല്ലാതെ ചൊടിപ്പിച്ചു. ഇറാൻ അതിൽ അമേരിക്കയെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാൻ ടീമിനെ, ഫുട്ബോൾ ടീം എങ്ങനെയെങ്കിലും തോറ്റു പോകണം എന്നുള്ള രീതിയിലാണ് അമേരിക്ക കള്ളക്കളി കളിച്ചത് എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളാണ് വരുന്നത്. അമേരിക്ക നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവസാന നിമിഷം വരെയും ഒരു മത്സരത്തിലും തോൽക്കാതെയാണ് ഇറാന് ലോകകപ്പിൽ നിന്ന് പുറത്തായത്. അവർ 3 മത്സരങ്ങളും സമനിലയായിരുന്നു. യൂറോപ്പിലെ നല്ല ടീമുകളായിട്ടുള്ള ബെൽജിയത്തോടും ന്യൂസിലൻഡിനോടും അതുപോലെ തന്നെ ഏഷ്യയിലെ ഈജിപ്തിനോടും സമനില പിടിച്ചാണ് ഇറാൻ ഒറ്റ ഇതിലും തോൽക്കാതെ മുന്നോട്ട് പോയത്. പക്ഷേ പോയിൻ്റ് നിലയിൽ വന്നപ്പോൾ 3-ാം സ്ഥാനക്കാരായ 8 പേരുടെ കൂട്ടത്തിൽ ഇറാൻ കയറുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അവസാന മത്സരത്തിൽ ഓസ്ട്രിയയും അൾജീരിയയും സമനിലയിൽ പിരിഞ്ഞതോടെ അവർക്ക് ഈ 3-ാം സ്ഥാനക്കാരായ 8 പേരുടെ കൂട്ടത്തിൽ നോക്കൗട്ട് റൗണ്ടിലേക്ക് കടക്കാൻ പറ്റി. ഒരു ടീം കൂടി എന്നുള്ളതില്ലാത്തതുകൊണ്ട് 9-ാം സ്ഥാനക്കാരായി ഒറ്റ ഇതിൻ്റെ വ്യത്യാസത്തിന് ഇറാൻ പുറത്താവുകയും ചെയ്തു. ഇത് കള്ളക്കളി കളിച്ച് അല്ലെങ്കിൽ ഓസ്ട്രിയയും അൾജീരിയയും സമനിലയിൽ പിരിയാനുള്ള തരത്തിലുള്ള തന്ത്രങ്ങൾ കളിച്ച് ഇറാനെ ബോധപൂർവം പുറത്താക്കിയതാണ് എന്നുള്ള ചർച്ചകളാണ് വരുന്നത്. പ്രത്യേകിച്ച് ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ഈ ലോകകപ്പിൽ ഇറാൻ അമേരിക്കയിൽ പങ്കെടുക്കാൻ പോകുന്നത് വലിയ വാർത്തയായിരുന്നു. അപ്പോൾ അതിന് പിന്നാലെ ഇപ്പോൾ വിവാദവും വരുന്നു. എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ വളരെ ദുഷ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമാണ് ഉണ്ടായതെന്ന് അവർ പറയുന്നു. പക്ഷേ മെക്സിക്കോ, തൊട്ടടുത്ത അയൽ രാജ്യമായ മെക്സിക്കോ വലിയ സ്വീകരണം നൽകുകയും ഇറാൻ്റെ പതാകകൾ വീശി കാണിച്ചുകൊണ്ട് ഇറാൻ താരങ്ങളെ വലിയ രീതിയിൽ എതിരേൽക്കുകയും ചെയ്തു. എന്നുമാത്രമല്ല അവർ സഞ്ചരിച്ചിരുന്ന ബസ്സിൽ നിന്ന് ഇറങ്ങി വന്ന് ഇറാൻ പതാകയുടെ മറ്റു പതാകകളിലൊക്കെ ഒപ്പിട്ട് കൊടുക്കുകയും അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്ത് കാണാമായിരുന്നു. കാരണം ഇറാൻ രാജകീയമായി പൊരുതി പുറത്താവുകയാണ് ചെയ്തതെന്നാണ് മെക്സിക്കോയുടെ പ്രതികരണം. അത്രയും നല്ല കളിയാണ് ഇറാൻ പുറത്തെടുത്തത്. യുദ്ധത്തിൽ ഒരുപാട് മനുഷ്യർ കൊല്ലപ്പെടുകയും ഇറാൻ കംപ്ലീറ്റ് തളർന്നിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇറാൻ്റെ ഫുട്ബോൾ ടീം നടത്തിയ പോരാട്ടം വലിയ അഭിനന്ദനം അർഹിക്കുന്നുവെന്നാണ് ഫിഫയുടെ പ്രസിഡന്റ് ജിയാനി തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൈവന്നത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ്. എന്തായാലും ഒരല്പം കൂടി ഭാഗ്യമുണ്ടായിരുന്നെങ്കിൽ അവർ നോക്കൗട്ട് റൗണ്ടിൽ കടക്കാമായിരുന്നു. 7 തവണ ലോക കപ്പ് ഫുട്ബോൾ കളിച്ച രാജ്യമാണ് ഇറാൻ. അത് 1978 ലോകകപ്പിൽ കളിക്കാനുള്ള അവസരമുണ്ടായി. അവർ ജയിച്ചു വന്ന് അവിടെ പങ്കെടുത്തു. പിന്നെ 98, 2006, 2014, 2018, 2022, 2026 7 തവണ ലോകകപ്പ് കളിച്ച ടീമാണ് ഇറാൻ. ഇത്തവണ അവരെല്ലായിടത്തും സമനില പിടിക്കുകയും തോൽക്കാതിരിക്കുകയും ചെയ്തു. പക്ഷേ ഒരു വിജയം നേടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇറാൻ
നോക്കൗട്ട് റൗണ്ടിൽ കടക്കുമായിരുന്നു. ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം പറയുമ്പോൾ തന്നെ ലോകകപ്പ് മത്സരങ്ങൾ ഇത്തവണ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത് പ്രധാനപ്പെട്ട പല ടീമുകളും തോറ്റതുകൊണ്ടാണ്. ഒരുപക്ഷെ ഈ തവണ ലോകകപ്പ് കിരീടം ചൂടുമെന്ന് വളരെ കൃത്യമായി പ്രവചിച്ചിരുന്ന കഴിഞ്ഞ 3 ലോകകപ്പുകളുടെയും പ്രവചനം നടത്തിയിരുന്ന സാമ്പത്തിക വിദഗ്ധൻ ആയിട്ടുള്ള ആൾ പറഞ്ഞത് ഇത്തവണ നെതർലൻഡ്സ് ഹോളണ്ട് കപ്പ് കൊണ്ടുപോകുമെന്നാണ്. പക്ഷേ നോക്കൗട്ട് റൗണ്ടിൽ ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോ നെതർലൻഡ്സിനെ അട്ടിമറിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ മൊറോക്കോയെ കുറച്ചായി കാണേണ്ട. കാരണം മൊറോക്കോ കഴിഞ്ഞ തവണ സെമി ഫൈനലിൽ എത്തിയ ടീമാണ്. ആഫ്രിക്കൻ കരുത്ത് ഉള്ള ടീമാണ് മൊറോക്കോ. എന്ന് മാത്രമല്ല മൊറോക്കോ ബ്രസീലുമായ മത്സരത്തിൽ ബ്രസീലിനെ എതിരെ ലീഡ് ചെയ്യുകയും പിന്നീട് സമനില പിടിച്ചു വാങ്ങുകയും ചെയ്ത ടീം കൂടിയാണ്. എന്തായാലും നെതർലൻഡ്സിന് ഇത് വലിയ ഷോക്കായി. നെതർലൻഡ്സ് പുറത്തായി. അതുപോലെ തന്നെ പാരാഗ്വേയോട് തോറ്റ് പശ്ചിമ ജർമ്മനി, വലിയ ലോകകപ്പ് ഫുട്ബോളിലെ വലിയ ശക്തികളാണ് പശ്ചിമ ജർമ്മനിയും നോക്കൗട്ട് റൗണ്ടിൽ പുറത്തായി. പക്ഷെ വിജയവുമായിട്ട് മുന്നോട്ട് പോകുന്ന 3 ടീമുകൾ, പ്രശസ്തരായ ടീമുകളിൽ ബ്രസീലുണ്ട്, അർജൻറ്റീനയുണ്ട്, ഫ്രാൻസുണ്ട്. ഇതിൽ ഏറ്റവും തിളക്കമാർന്ന പോരാട്ടം നടത്തി ഇപ്പോൾ വിജയിച്ച് കയറിയിട്ടുള്ളത് ഫ്രാൻസ് കിലിയൻ എംബാപ്പയുടെ 2 ഗോളോടെ അവർ തോൽപ്പിച്ചിരിക്കുന്നു പ്രധാനപ്പെട്ട ടീമിനെ. അപ്പോൾ അവർ ഫ്രാൻസിൻ്റെ ആ മുന്നേറ്റം തടയാൻ തലകുത്തി നിന്നിട്ടും കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, കിലിയൻ എംബാപ്പെ നേടിയിരിക്കുന്നത് മെസ്സിക്കൊപ്പം ഗോളുകളാണ്. മെസ്സി ടൂർണമെൻറ്റിൽ ലോകകപ്പ് ഫുട്ബോളിൽ 6 ഗോളുകളാണ് അടിച്ചത്. എംബാപ്പെ ഇപ്പോൾ നടന്ന മത്സരത്തിൽ 2 ഗോളുകൾ കൂടി അടിച്ചതോടെ മെസ്സിയോടൊപ്പം എത്തിയിരിക്കുന്നു ഫ്രാൻസിൻ്റെ ഏറ്റവും വേഗം കൂടിയ താരം കൂടിയായിട്ടുള്ള കിലിയൻ എംബാപ്പെ. ആകെയുള്ള ഗോളുകളുടെ കാര്യത്തിൽ അവർ തൊട്ടടുത്ത് നിൽക്കുകയാണ്. ഇറാസ്ലോവിൻ്റെ റെക്കോർഡ് മെസ്സി മറികടന്നതുപോലെ കിലിയൻ എംബാപ്പയും മറികടന്നിരിക്കുന്നു. അപ്പോൾ ഇത് ഇതിലേക്കുള്ള ഏത് തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇനി പ്രതീക്ഷ എല്ലാവരുടെയും ഫ്രാൻസും അർജൻറ്റീനയും തമ്മിൽ ഒരു ഫൈനൽ വരുമോ, അല്ലെങ്കിൽ ഫ്രാൻസും സ്പെയിനും തമ്മിൽ വരുമോ എന്ന് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഒപ്പം തന്നെ മൊറോക്കോ കഴിഞ്ഞ തവണ സെമി ഫൈനലിൽ എത്തിയ ടീമാണ്. ഇത്തവണ അവർ കരുത്തന്മാരെ മുഴുവൻ പിടിച്ചു നിർത്തുകയും നോക്കൗട്ട് റൗണ്ടിൽ നെതർലൻഡ്സിനെ തോൽപ്പിക്കുകയും ചെയ്തതോടെ മൊറോക്കോ ഫൈനലിലെത്താൻ സാധ്യതയുള്ള ഒരു ടീമാണെന്ന് പറയുന്നു. അപ്പോൾ കറുത്ത കുതിരകളായി പല ടീമുകളും ഒരുപക്ഷെ ഈ നോക്കൗട്ട് റൗണ്ടിൽ കടന്നു വന്നേക്കാം. അതുകൊണ്ട് ലോകകപ്പിന് വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ വലിയൊരു ആവേശമായി ലോകമെമ്പാടും ഇത് കഴിഞ്ഞു. എന്ന് മാത്രമല്ല 3 രാജ്യങ്ങളിൽ ഇതാദ്യമായിട്ടാണ് ലോകകപ്പ് നടക്കുന്നത്. കാനഡയിൽ, മെക്സിക്കോയിൽ, അമേരിക്കയിൽ 11 സ്റ്റേഡിയങ്ങളിലും, കാനഡയിൽ 2 സ്റ്റേഡിയങ്ങളിലും, അതുപോലെ തന്നെ മെക്സിക്കോയിൽ 3 സ്റ്റേഡിയത്തിലുമാണ് നടക്കുന്നത്. അപ്പോൾ മൊത്തം 16 സ്റ്റേഡിയങ്ങളിലായി 104 മത്സരങ്ങളാണ് മൊത്തമായിട്ട്. ജൂലൈ 19 തീരുമ്പോൾ 104 മത്സരങ്ങളാണ് നടക്കുക. ഇതിനു മുമ്പുള്ള ലോകകപ്പിൽ 64 മത്സരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ, നോക്കൗട്ട് റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞാൽ പ്രീ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ നടക്കും. പിന്നെ ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഫൈനൽ ന്യൂജേഴ്സിയിലായിരിക്കും. അപ്പോൾ അത് കൗതുകത്തോടെ നോക്കിയിരിക്കുകയാണ്. വലിയ വാതുവെപ്പുകാരൊക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഫ്രാൻസിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് കൽപ്പിക്കുന്നത്. അർജൻറ്റീനയ്ക്ക് പിന്നാലെയും വലിയ ആരാധകരുണ്ട്. മലയാളികൾ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള അർജൻറ്റീനയ്ക്കും ബ്രസീലിനുമാണ്. അപ്പോൾ അവരും വാതുവെപ്പായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ലോകകപ്പ് ഫുട്ബോൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഈ ലോകകപ്പിനിടയിലുണ്ടായിട്ടുള്ള വലിയ ഒരു ദുരന്തമാണ് വെനിൻസ്വേലയിലെ ഭൂകമ്പം എന്ന് പറയുന്നത്. ഇപ്പോൾ ഭൂകമ്പത്തിൽ ഇപ്പോൾ തന്നെ 2000-ലേറെ പേർ മരിച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടുണ്ട്. പക്ഷേ 10,000-കണക്കിന് ആൾക്കാർ, ഏതാണ്ട് 60,000-ലേറെ പേരെ ഇനിയും കാണാനില്ല. അതുകൊണ്ട് മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അത് ഇനി പല സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് 60,000 അല്ല, പിന്നെയും അതിനേക്കാൾ കൂടാൻ സാധ്യതയുണ്ട്. US ജിയോളജിക്കൽ സർവേ പറയുന്ന 100,000 പേര് മരണമടഞ്ഞിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. എന്തായാലും അതൊരു സങ്കടകരമായിട്ടുള്ള വാർത്തയാണ്. അതിനിടയിൽ അമേരിക്കയിൽ നിന്ന് അനധികൃത കുടിയേറ്റം പറഞ്ഞുകൊണ്ട് വെനിൻസുവേലയിലേക്ക് നാട് കടത്തിയ 146 പേർ, അവർ ഏറ്റവും വലിയ ഭൂകമ്പം മേഖലയായി മാറിയ ലാഗ്വയറയിലെ ഒരു ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. ആ ഹോട്ടൽ തകർന്നു പോയി.
അതിലുള്ള ഭൂരിപക്ഷം പേരും അമേരിക്കയിൽ നിന്ന് നാട് കടത്തപ്പെട്ട് വന്നതിൻ്റെ തൊട്ടു പിറകെ അവർ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. അതിൽ ചിലർ രക്ഷപ്പെട്ടു, അവരാണത് പുറത്തുവിട്ടത്. തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ 146 പേര് അമേരിക്കയിൽ നിന്ന് നാട് കടത്തി വന്നിരുന്നു. അവർ അവിടെ നിന്നൊരു വലിയ ദുരന്തത്തിൽപ്പെട്ട് അല്ലെങ്കിൽ അവരെ നാട് കടത്തി ഇവിടെ എത്തിയത് ഇപ്പോഴും ദുരന്തത്തിൽപ്പെട്ട് അവർ മരണമടയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് ലോകത്ത് ഈ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള പോരും യുദ്ധവും ഏതാണ്ട് വ്യോമാക്രമണവും ഒക്കെ രൂക്ഷമായിരിക്കുന്നത്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ ആക്രമണത്തിൽ 40ഓളം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. എന്തായാലും അഫ്ഗാനിസ്ഥാന് പിന്തുണയുമായിട്ട് ഇന്ത്യ രംഗത്തെത്തിയിട്ടുണ്ട്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള പോരാട്ടത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ്റെ കൂടെ താലിബാൻ ഭരണകൂടത്തിൻ്റെ കൂടെയാണെന്നുള്ളത് ഒരു പക്ഷേ കൗതുകരമാവാം. കാരണം നേരത്തെ താലിബാൻ അമേരിക്കയിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ്റെ ഭരണം പിടിച്ചെടുക്കുമ്പോൾ ഏറ്റവും വലിയ പിന്തുണ നൽകിയത് പാകിസ്ഥാനായിരുന്നു. പാകിസ്ഥാൻ്റെ അന്നത്തെ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും അദ്ദേഹത്തിൻ്റെ ISI ചീഫൊക്കെ അമേരിക്കയെ വെട്ടിച്ചുകൊണ്ടാണ് താലിബാന് ആയുധങ്ങളും എല്ലാ പിന്തുണയും നൽകിയത് അയൽരാജ്യമായിട്ടുള്ള. അന്ന് താലിബാൻ ഇന്ത്യക്കെതിരെയും പാകിസ്ഥാൻ്റെ കൂടെയുമായിരുന്നു. പക്ഷേ ഇമ്രാൻഖാനെ അവിടുത്തെ പട്ടാളം ഏതാണ്ട് അട്ടിമറിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോവുകയും അദ്ദേഹം പാർലമെൻറ്റിൽ പരാജയപ്പെടുകയും ചെയ്തോടെ അർദ്ധരാത്രിയിലെ ഒരു പ്രത്യേക നാടകീയ നീക്കങ്ങളിലൂടെ ഇമ്രാൻഖാനെ പുറത്താക്കിയ അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ്. ജനകീയ നേതാവാണെങ്കിലും ഇമ്രാൻഖാന് പുറത്തു വരാൻ കഴിയുന്നില്ല. പക്ഷേ ഇമ്രാൻഖാൻ്റെ എതിരാളികളായ ഷഹബാസ് ഷെരീഫിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അവർ താലിബാനെ കൈവിടുകയും അതുപോലെ തന്നെ താലിബാൻ ഭരണകൂടത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. അതോടെയാണ് പരസ്പരം പോരാട്ടമുണ്ടായത്. പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളിലും പാക് താലിബാൻ്റെ ആക്രമണമുണ്ടായി. അതിൽ ബലൂചിസ്ഥാനിൽ ആക്രമണമുണ്ടായി, അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ ആക്രമണമുണ്ടായി. അതുപോലെ തന്നെ പാകിസ്ഥാൻ റേഞ്ചേഴ്സിൻ്റെ സൈന്യത്തിൻ്റെയും പോലീസിൻ്റെയും കേന്ദ്രങ്ങളിൽ ആക്രമണമുണ്ടായി. അതിനുള്ള തിരിച്ചടിയായിട്ടാണ് അഫ്ഗാനിസ്ഥാനിൽ കയറി അവിടുത്തെ ഭീകര പ്രവർത്തകരുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ചതെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരു പരമാധികാര രാജ്യത്ത് കയറി ഈ തരത്തിൽ ആക്രമണം നടത്തുന്നതിനെ അനുകൂലിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല പ്രതിഷേധാർഹമാണെന്ന് ഇന്ത്യ പറഞ്ഞിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചോളം തന്ത്രപ്രധാനമായിട്ടുള്ളൊരു നിലപാടാണ്. പാകിസ്ഥാനെ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള പോരിൽ അഫ്ഗാനിസ്ഥാൻ്റെ പക്ഷം പിടിക്കുന്നതോടെ ആ ഭാഗത്ത് ഒരു വലിയ ശക്തി ഉറപ്പിക്കുകയാണ് ഇന്ത്യ. ഇന്ത്യക്ക് പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ ചെറിയ ക്ഷീണം സംഭവിച്ചു. കാരണം ബംഗ്ലാദേശ് ഇന്ത്യയുമായിട്ട് വലിയ അടുപ്പമായിരുന്നു. അതിൽ ഷെയ്ഖ് ഹസീന, അവിടുത്തെ മുജീബ് റഹ്മാൻ എന്ന രാഷ്ട്രപിതാവിൻ്റെ മകൾ, അവർ ഇന്ത്യയുടെ വലിയ പിന്തുണക്കാരിയായിരുന്നു. പക്ഷേ പ്രക്ഷോഭത്തിലൂടെ അവർ പുറത്തായി. അവർ പ്രാണരക്ഷാർത്ഥം ഹെലികോപ്റ്ററിൽ കയറി ഇന്ത്യയിൽ വന്ന് അഭയം തേടിയിരിക്കുകയാണ്. ഇപ്പോഴുള്ള ബംഗ്ലാദേശിലെ സർക്കാർ ഇന്ത്യക്ക് അത്ര അനുകൂലമല്ല എന്ന് മാത്രമല്ല ബംഗ്ലാദേശ് പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കുന്നു എന്ന വാർത്തകൾ വരുന്നു. പക്ഷേ ജനാധിപത്യ സർക്കാർ വന്നതിന് ശേഷം അല്പം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ പാകിസ്ഥാൻ്റെ അന്തർവാഹിനി കണ്ടെത്തുക കൂടി ചെയ്തതോടെ ബംഗാൾ ഉൾക്കടൽ മേഖലയിൽ പാകിസ്ഥാൻ ചൈനയുടെ പിന്തുണയോടെ കൂടുതൽ കരുത്ത് ആർജിക്കുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യ വളരെ കരുതലോടെയാണ് ഈ നീക്കങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.